ഗ്രഹസ്ഥാനങ്ങളുടെ സ്ഥാനം കൃത്യമായി പരിശോധിക്കുകയും അതുപോലെ ജ്യോതിഷത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം ഗ്രഹനിലയും അംശവും വെച്ചാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതിലപ്പുറം ഗ്രഹകാണം സപ്താംശം എന്നീ ചില സംഗതികൾ കൂടി കൂട്ടിച്ചേർത്ത് അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അതിൽ വലിയ ഒരു അട്ടിമറി തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റി. അതേപോലെ തന്നെ അതേസമയം ഞാൻ പ്രവചിക്കുകയും ചെയ്തു. കാര്യം മനുഷ്യസാധ്യമായ ഒരു സംഗതിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ദിശയായാലും ആ സംഭവം നടന്നത് എങ്ങനെയാണെന്നും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നും വൃത്തിയായിട്ട് പറയാൻ പറ്റും. അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയ ശേഷം അതേസമയം തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതിന് ഒരുപാട് പേരെന്നെ വിളിച്ചു. ഇതിലെന്താണ് ഉറപ്പ്, ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, അട്ടിമറിയാണെന്ന് പറയാനുള്ള കാരണം അട്ടിമറിയാണെന്നുള്ള കാണാനുള്ള കാരണം എന്താണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് ഇതിൻ്റെ അന്വേഷണം നമുക്ക് 41 ദിവസത്തിനകത്ത് അറിയാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞ പ്രവചനം കൃത്യമാണോ അല്ലയോ എന്ന് അന്നേരം നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പം ഈ ഫലം വന്നതിന് ശേഷമാണ് ഒരുപാട് പേര് തന്നെ വിളിച്ചത്. അവസാനം ഞാൻ ഇത് കോൾ ഡൈവേർട്ട് ചെയ്തിട്ടേക്കുക ഇന്ന്. അപ്പം ഈ ഓരോന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ ഭൂമിയിൽ അസംഭവ്യമായ പലതും സംഭവിക്കുന്നു. ഇത് അപകടങ്ങളാവാം, തിരോധാനങ്ങളാവാം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. ഇപ്പം ഈ പ്രാവശ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കപ്പൽ ദുരന്തം 2024 കൃത്യമായിട്ട് ഇത് പറഞ്ഞിരുന്നു. 2025 ഇങ്ങനെയുള്ള ചില അട്ടിമറികൾ സംഭവിക്കും. നമ്മൾ ഈ 2025 തുടക്കം തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടായിരുന്നു. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ തന്നെ ഒരു അധ്യാപകനെ 2 വിദ്യാർത്ഥികൾ ചേർന്ന്, അത് പ്രായപൂർത്തിയാവാത്തവർ, അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി നിസ്സാര കാര്യത്തിന്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സംഭവം കൃത്യമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഫലം കൃത്യമായതായിരിക്കും. എല്ലാ ദിവസവും ഇവിടെ പ്രശ്നം നോക്കാൻ വരുന്നവർക്ക് യൂട്യൂബ് ലൈവാണ് ഞാൻ ചെയ്യുന്നത്. അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആർക്കും ആ യൂട്യൂബ് എടുത്ത് നോക്കാം. അതേ രീതിയിലാണ് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ ഇത് സത്യമായ ഗ്രഹഗോളങ്ങളെ വെച്ച് ചിന്തിച്ച് കണ്ടറിഞ്ഞ് പറയുന്ന പ്രശ്നമാണ്. അപ്പം ഇടയ്ക്ക് ഇത് പ്രവചിച്ചതിന് ശേഷം കുറേ കമൻ്റൊക്കെ വന്നിരുന്നു. അതിനകത്ത് 1-2 പേര് ചോദിച്ചു, ഉരുൾപൊട്ടൽ കർണാടകത്തിലുണ്ടായതിൽ അങ്ങ് പ്രവചിച്ചത് തെറ്റിയല്ലോ. ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ പ്രവചിച്ചത് തെറ്റിയിട്ടില്ല. കാര്യം ഞാൻ കൃത്യമായ ദിശ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമാണ്. വാഹനം കിടന്ന സ്ഥലം, ഈ വാഹനം കിടക്കുന്ന സ്ഥലം കൃത്യമായി പറഞ്ഞു. അതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വാഹനം കിട്ടിയത്. അതുപോലെ ഈ ഒരു പ്രവചനം കൃത്യമായി എത്താൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു. ഇപ്പം 2 പേര് തമ്മിൽ അവിടുത്തെ പൈലറ്റുമാർ സംസാരിച്ചത് അതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. വിമാനാപകടത്തിൽ 2 പൈലറ്റുമാർ സംസാരിച്ചത് കൃത്യമായിട്ടുണ്ട്. അതായത് ഫ്യൂവലിൻ്റെ സ്വിച്ച് 2 എഞ്ചിൻ്റെയും ഓഫ് ചെയ്തു. രണ്ടാമത് അവർ ഓണാക്കിയിട്ടും അത് കൃത്യതയിലേക്ക് ചെന്നെത്താൻ പറ്റിയില്ല. അവിടെ മനുഷ്യസഹജമായ ഒരു ഇടപെടൽ തന്നെയാണ് നടന്നിരിക്കുന്നത്, അല്ലേ? അന്നത്തെ വീഡിയോയിലും അങ്ങനെ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കേൾപ്പിക്കാവോ? 1 മാസം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ്, ഒന്ന് കാണിക്കാവോ? ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രപഞ്ചം പല വിപത്തുകളും നമ്മൾക്ക് തരും. അത് പ്രകൃതി ദുരന്തമാകാം, ഇതുപോലുള്ള സംഗതികളാവാം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും വളരെ വ്യത്യസ്തമായ ഒരു തരത്തിലുള്ള ഒരു രീതിയാണ്. വിമാനത്തിന്റെ തകരാറ് മൂലം സംഭവിച്ച ഒരു സംഗതിയല്ല ഇത്. ശരിക്കും ഇന്നത്തെ ഗ്രഹസ്ഥിതി അംശകം, ഗ്രഹകോണം സപ്താംശം ഇത്യാദി സംഗതികൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ എന്തോ ഒരു നിഗൂഢത നടന്നിട്ടുണ്ട്, ഉറപ്പാണ്. ഇത് അന്നേ ദിവസം തന്നെ പ്രവചിച്ചാണ്. അന്ന് അങ്ങനെ പ്രവചിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പ്രവചനം ഒന്നും ഉണ്ടായത്? അന്ന് ശരിക്കും പറഞ്ഞാൽ അത് ചില ആൾക്കാരെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇട്ടത്. കാര്യം വെച്ചാൽ കുറേയേറെ ആൾക്കാർ അന്ന് എന്നെ വിളിച്ചു, ജ്യോത്സ്യരുടെ അഭിപ്രായം എന്താണ്,
മുമ്പ് നിങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാറിന് അങ്ങനെ വിളിക്കുമോ? തീർച്ചയായിട്ടും ഒരുപാട് പേര് വിളിക്കും, നമ്മളായിട്ട് അടുപ്പമുള്ള ഒരുപാട് പേര് വിളിക്കും. അപ്പോൾ ഈ അബഗൽ സാറുടെ സംഭവം തന്നെ ചെയ്യാനുണ്ടായ ഒരു കാരണം, അന്ന് എന്നെ കാണാനായിട്ട് 2-3 പേര് ഇവിടെ വന്നപ്പോൾ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കായംകുളത്തുള്ള ഒരു ടീച്ചറുടെ വീടിനടുത്തുള്ള ഒരാളും ഉണ്ടായിരുന്നു വന്ന കൂട്ടത്തിൽ. അപ്പം ടീച്ചർ പറഞ്ഞു, ഇത് പറഞ്ഞപ്പോൾ വന്നാൽ പിന്നെ തന്ത്രിക്കൊരു വീഡിയോ ചെയ്തൂടെ. അങ്ങനെ ടീച്ചറാണ് ആ വീഡിയോ എടുക്കുന്നത് എൻ്റെ മുമ്പിലിരുന്ന്. അപ്പം വീഡിയോ എടുത്തു, ആ ടീച്ചർ ഇട്ടു. അതിന് ശേഷമാണ് ഞാനും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പല ആൾക്കാരും പല കാര്യങ്ങളായിട്ട് നമ്മളെ വിളിക്കുന്ന സമയത്ത് ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടി വരുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നതാണ് ഒരു വീഡിയോ ചെയ്ത് അതിടും. ആ വീഡിയോ ഒരുപാട് പേര് ഏറ്റെടുക്കും. നെഗറ്റീവ് കമൻറ്റുകൾ അങ്ങനെ സാധാരണ എൻ്റെ വീഡിയോയ്ക്കൊന്നും ഇതുവരെ അങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടില്ല. എങ്കിലും ചിലതിനകത്ത് ചില വിദ്വാന്മാർ നെഗറ്റീവ് കമന്റ് ഉണ്ട്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കർണാടകയിലെ അതുമായി ഇപ്പോൾ 1 വർഷമാവുന്നത് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അതെ അതെ. അപ്പം 2 യാഥാർത്ഥ്യമാവുകയും ചിലതൊക്കെ യാഥാർത്ഥ്യമാവും, ചിലതിൽ ചില പാളിച്ചകൾ വരുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു അട്ടിമറിയാണെന്ന് നമ്മൾ അന്നത്തെ വീഡിയോ ഇപ്പൊ കണ്ടത്? ആ ദിവസം തന്നെ ഇട്ടതാ, അതായത് കറക്റ്റ് ഡേറ്റ് അതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ ദിവസത്തെ തന്നെ രാവിലെ ഇത് സംഭവം കഴിഞ്ഞ ഉടനെയാണ് കുറെ പേരെന്നെ വിളിച്ചത്. ജ്യോത്സ്യരുടെ അഭിപ്രായം എന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാനൊരു വീഡിയോ തന്നെ ചെയ്തിടാന്ന് പറഞ്ഞു. വീഡിയോ ചെയ്തിട്ട് അതൊരു തെളിവല്ലേ. നമ്മൾ പറഞ്ഞു എന്ന് പറയുന്നതിലും ഉപരി നമ്മൾ ആ പ്രവചിക്കുന്നതിലുള്ള ഫലമല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ വീഡിയോ ചെയ്തു. ഇത് കൃത്യമായി മനുഷ്യ സഹജമായ ഇടപെടൽ മൂലം വന്ന വിപത്താണ് എന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് ഇപ്പം വന്ന അന്വേഷണ റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെയല്ലേ വന്നേ. ആ കാഠിന്യത കുറഞ്ഞ ഒരു പ്രവചനം തെറ്റെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സംഭവം നടന്ന ഒരു സംഗതി ഇതെല്ലാം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതാണ്. മനുഷ്യ സാധ്യമായ ഒരു സംഭവത്തിലൂടെ എങ്ങനെയാണെന്നുള്ള ഇതിലേക്ക് വരുന്നില്ല. എങ്കിലും അവിടെ അല്ല, എഞ്ചിൻ തകരാറല്ല, അത് ഓഫ് ചെയ്യപ്പെട്ടതാണെന്ന് ഞാൻ അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകളല്ല, മനുഷ്യ സഹജമായ തന്നെ ഒരു ഇടപെടലാണ് അവിടെ നടന്നിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഓരോന്നും. അത് ആ രാശസ്ഥിതി വെച്ചാ പറയുന്നത്. അതായത് നമ്മൾ ഈ സമയത്ത് എത്ര സമയം എത്ര മിനിറ്റ് അത് നാഴിക വിനാഴികയാക്കും. ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചിന്ത നടത്തുന്നതല്ല, വെറുതെ നമുക്ക് ഒരിടത്തിരുന്നല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. രാശിപ്പലകയിൽ കൃത്യമായിട്ട് നാഴിക വിനാഴിക കണ്ടെത്തി ഇന്നതാണ് അവിടെ സംഭവിച്ചതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് പേര് ബാഡ് കമൻറ്റുകൾ വന്നിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താ ഇന്ന് വന്ന മിസ് കോളുകളാണ്. കോളായത് മൊത്തം. ഞാൻ ഫോൺ എടുത്തതേയില്ല. അവസാനം ഞാൻ കോള് ഡൈവേർട്ട് ചെയ്തിട്ട് ഇത് അപ്പോൾ ഒരാളെ വിളിച്ചപ്പോൾ അയാളാണ് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറയുന്നത്, ഇന്നതുപോലെ നിങ്ങളുടെ ഒരു പ്രവചനം ഫലിച്ചിട്ടുണ്ട്. അത് ആ ഫ്ലൈറ്റ് അപകടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ സംഗതിയാണ്. അപ്പോൾ അതിനൊരു ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ആദ്യം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്തില്ല, ഞാനൊരു പരിപാടിയില്ല, ഞാൻ എത്തിയിട്ട് നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞു. അതെ, നമുക്കൊരു ഇത്തരത്തിലുള്ളൊരു പ്രവചനം സാധ്യമാകുന്നത് എങ്ങനെയാണ് ശരിക്കും? നമുക്ക് തോന്നുന്നു ഇപ്പോൾ ആളുകൾക്ക് പല സംശയങ്ങൾ കാണും ഇങ്ങനെയുള്ള പ്രവചനങ്ങളെ പറ്റി. പ്രവചനം സാധ്യമാകുന്നത് ഒന്ന് ഉപാസനാമൂർത്തിയുടെ കഴിവ്. ഇപ്പം മനോജിനൊക്കെ എന്നെ അറിയാമല്ലോ, ഞാനൊരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പൂർവികമായിട്ട് പാരമ്പര്യമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ കുലത്തിലുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു പാതയിലേക്ക് വന്നു. പിന്നെ അത് കൃത്യമായി പഠിച്ചു. ഏതാണ്ട് 30 വർഷത്തോളമായി ജ്യോതിഷം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രവചനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി നോക്കുകയും അതിൻ്റെ നിഗൂഢത കണ്ടെത്തണമെങ്കിൽ ഈ ഗ്രഹനില നവാംശകം എന്ന് പറയുന്ന 2 സംഗതി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ദ്രേകാണം, സപ്താംശം, ദ്വാദശാംശം ഇങ്ങനെയുള്ള ചില സംഗതികളോട് ഇതിനകത്ത് ഘടിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഫലത്തെ പറയാൻ പറ്റും. പ്രത്യേകിച്ച് സാധാരണ മറ്റ് എല്ലാ ജ്യോത്സ്യന്മാരും കബഡി മാത്രമാണ് നോക്കുന്നത്. ഞാൻ ശംഖും കൂടെ നോക്കും. ഒരു കാര്യം സ്ഥിരീകരിക്കണം എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ കബഡിയും ശംഖും ഒരേപോലെ രാശി വെക്കും. അപ്പോൾ ആ 2 രാശിയിലും വരുന്ന ഫലങ്ങൾ ഘടിപ്പിക്കുമ്പോൾ കൃത്യമായിരിക്കും.